2017 ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം എന്ന പൊതിച്ചോർ വിതരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായത്. അതിന് തുടക്കം കുറിച്ച അന്നത്തെ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഐ സാജു ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അങ്ങയുടെ കാലത്താണ് ഇതിന് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. ഇന്ന് ലക്ഷം പേരിലേക്ക് ഇത് എത്തുന്നു. ഒരു നേരത്തെ അന്നമായി എത്തുന്നു. അതിനെയാണ് നിർത്തലാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആരോഗ്യമന്ത്രി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനത്തിന് മുന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഡിവൈഎഫ്ഐ ഇതിൻ്റെ ഒരു തുടക്കത്തിന് കാരണമാകുന്ന ഒരു സംഘടനയായി മാറി എന്നുള്ളതാണ്. പക്ഷേ ഈ പദ്ധതി ഏറ്റെടുത്ത് ഈ നിലയിൽ വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം നടത്തുന്ന ഒരു പിന്തുണ അദ്ദേഹം കാണാതെ പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം ഡിവൈഎഫ്ഐയോട് മാത്രമുള്ള വെല്ലുവിളിയല്ല, കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ കൊടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെങ്കിൽ ഡിവൈഎഫ്ഐയുടെ കൊടിയിലൂടെ ഞങ്ങൾ ഈ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, ജനത്തിൻ്റെ വിശ്വാസ്യതയുടെ ഒരു പ്രതിഫലനമാണ് ആ കൊടി. കാരണം ഞങ്ങൾ എവിടെയെങ്കിലും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവരുന്നവരല്ല, വാങ്ങി കൊണ്ടുവരുന്ന ബൾക്കായി കൊണ്ടുവരുന്നതല്ല. അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഭക്ഷ്യവിഷബാധ പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ കയറി ഇറങ്ങി വീട്ടുകാരോട് അഭ്യർത്ഥിച്ച് അവരുടെ വീട്ടിൽ നിന്നും കൊടുക്കുന്ന ഒരു കരുതൽ ആ ഭക്ഷണ പൊതികൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായി ആശുപത്രിയാണ്. ആശുപത്രി പോലുള്ള ഈ സ്ഥാപനങ്ങളിൽ വരുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ പോലുള്ള സംഗതികൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ്. ആ ഒരു ഉറപ്പ് ജനത്തിന് കൊടുക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ കൊടിക്ക് കീഴിൽ, ബാനറിന് കീഴിൽ തന്നെ ഇത് നൽകണം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഡിവൈഎഫ്ഐയുടെ ഈ ഭക്ഷണ വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭക്ഷ്യവിഷബാധയെ പോലുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൊടിയോ ബാനറോ അല്ല അദ്ദേഹം കാണേണ്ടത്, അതിൻ്റെ പിന്നിൽ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംഘടനയുടെയും അതിൻ്റെ പ്രവർത്തകരുടെയും ത്യാഗം, അദ്ദേഹത്തിൻ്റെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധത അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളിൽ നിന്നും ഈ വിശപ്പിന് എതിരായിട്ടുള്ള ഈ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ വിശന്ന് വരുന്നവനെ പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ നാളെ ഭക്ഷണം കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന്മേലുള്ള കണ്ണടക്കലാണ് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അദ്ദേഹം ന്യായീകരിക്കുന്നത് ചിലർ ഇതിനു വേണ്ടി സ്ഥലം കയ്യേറുന്നു എന്ന തരത്തിലാണ് ആശുപത്രികളിൽ. അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, യഥാർത്ഥത്തിൽ നേരത്തെ കൊടുത്തിരുന്നത് കുറച്ചുകൂടി അപ്പുറത്ത് മാറിയാണ്. അവിടെ ഒരു ബിൽഡിംഗ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളോട് അഭ്യർത്ഥിച്ചു എങ്ങോട്ടേക്ക് മാറാം എന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ടു. അതൊക്കെ സാങ്കേതികമായി അധികാരികൾക്ക് ഏതെങ്കിലും തടസ്സമുണ്ടാകാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധ്യം ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾക്കുണ്ട്. ഈ ഇത്തരം ന്യായങ്ങൾ പറഞ്ഞ് ഈ പദ്ധതിയെ മുടക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോട്, രാഷ്ട്രീയത്തിനും ഒരു മഹത്വമുണ്ട്, സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് നമുക്ക് ഈ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ കാണുന്നത്. അല്ലാതെ സ്ഥലം കയ്യേറ്റം ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തന്നെ ഇടപെട്ട് അതിന് പരിഹാരം കാണട്ടെ. ഡിവൈഎഫ്ഐക്ക് സ്ഥലം കയ്യേറ്റത്തിന്റെ പണിയൊന്നും ഉണ്ടെന്ന് എന്നുള്ള ധാരണയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനൊക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ ഒരു സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിന് ഈ പ്രഖ്യാപനങ്ങളിൽ നിന്നും ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും വലിയൊരു പ്രതിഷേധം സ്വമേധയാ ഉയർന്നു വന്നതുകൊണ്ടാണോ ഇപ്പൊ ആലപ്പുഴ മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞൊരു യൂട്ടേൺ അടിച്ചിരിക്കുന്നത് മന്ത്രി? അദ്ദേഹത്തിന് നാളെ ആലപ്പുഴ എന്നല്ല, ഈ പദ്ധതിക്കെതിരായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് തന്നെ പിന്തിരിയേണ്ടി വരും. അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വരും. കാരണം കേരളത്തിലെ ജനം ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് ഇത്. എനിക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കുമോ പരിചയമുള്ള ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു പദ്ധതിയല്ല. അവർക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് കേരളത്തിലെ ജനം നൽകുന്ന ഒരു കരുതലാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രഖ്യാപനമാണ്. അത് കേരളത്തിലെ ജനം മുഴുവൻ ഈ പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞു എന്നത് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിനൊരു കുറവുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ വ്യാപ്തി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പ്രഖ്യാപനങ്ങളിൽ നിന്നും അതിനെതിരായ നടപടികളിൽ നിന്നും പിന്തിരിയണം എന്നുള്ളതാണ് പറയാൻ വേണ്ടി.
തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ച് അന്നത്തെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഐ സാജു വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം അത് പൂർണ്ണമായും രാഷ്ട്രീയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ നിന്നും പിന്നോട്ട് പോകണം. ഇത് എത്രത്തോളം പേരുടെ ഹൃദയത്തിലേക്കാണ് ഈ ഹൃദയപൂർവ്വം പദ്ധതി ഒരു നേരത്തെ അന്നത്തിലൂടെ എത്തുന്നത് എന്നുള്ളതിന്റെ ഒരു വസ്തുത അദ്ദേഹം തിരിച്ചറിയണം എന്നുള്ള കാര്യം തന്നെയാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. ഏതായാലും ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ഈ ഹൃദയപൂർവ്വം പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അജിത് കുമാറിനൊപ്പം എസ് ഷീജ.